കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിറന്ന മണ്ണിലൂടെ അന്ത്യയാത്ര. VSനെ കാണാൻ ജനസഹസ്രം. റോഡുകളിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനും പരിഹാരം കാണാത്ത പഞ്ചായത്ത് ഭരണത്തിനെതിരെ BJP അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. VSന്റെ ഓർമ്മയിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. വാർത്തകൾ വിശദമായി. പിറന്ന മണ്ണിലൂടെ അന്ത്യയാത്ര. VSനെ കാണാൻ ജനസഹസ്രം. 24 മണിക്കൂർ നീണ്ട വിലാപയാത്രയ്ക്ക് ശേഷം ഉച്ചയോടെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ച VSന്റെ മൃതദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചു. ഇവിടെയും ജനങ്ങളുടെ നീണ്ട നിരയാണ് VSനായി കാത്തുനിൽക്കുന്നത്. പാർട്ടി കേന്ദ്ര നേതാക്കളും വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഓഫീസിലെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ K ബാലകൃഷ്ണൻ, U വാസുകി, വിജു കൃഷ്ണൻ, A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, CS സുജാത, ഡോക്ടർ തോമസ് ഐസക്, KK ശൈലജ, പുത്തലത്ത് ദിനേശൻ, എളമരം കരീം, K രാധാകൃഷ്ണൻ MP, P രാജീവ്, KN ബാലഗോപാൽ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, മുതിർന്ന CPIM നേതാവ് വൈക്കം വിശ്വൻ, മന്ത്രിമാരായ VN വാസവൻ, K കൃഷ്ണൻകുട്ടി, P പ്രസാദ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ, അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, NK പ്രേമചന്ദ്രൻ, BJP നേതാവ് K സുരേന്ദ്രൻ, MLAമാർ, വിവിധ സംഘടനാ നേതാക്കൾ, മത സാമൂഹ്യ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ഓഫീസിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മാറ്റി. രാവിലെ 7ഓടെയാണ് VSന്റെ വിലാപയാത്ര ജന്മനാടായ ആലപ്പുഴയിലേക്ക് വിലാപയാത്ര പ്രവേശിച്ചത്. ചൊവ്വ ഉച്ചയ്ക്ക് 2ഓടെ തിരുവനന്തപുരത്ത് നിന്ന് വിലാപയാത്ര ആരംഭിച്ചെങ്കിലും രാത്രി വൈകി 1ഓടെയാണ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കാനായത്. നിശ്ചയിച്ചിരുന്നതിലും ഏറെ അധികം ഇടങ്ങളിൽ പൊതുജനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വാഹനം നിർത്തി. കനത്ത മഴയെ അവഗണിച്ച് പാതിരാവിലും കുട്ടികളും വയോധികരും അടക്കമുള്ള ജനാവലി VSനായി വഴിയരികിൽ കാത്തുനിന്നിരുന്നു. ചെങ്കൊടിയുയർത്തി മുദ്രാവാക്യങ്ങളുമായി ജനങ്ങളുടെ നീണ്ട നിരയാണ് കൊല്ലത്തും ആലപ്പുഴയിലും VSനായി കാത്തുനിന്നത്. VSനെ കാണാനായി ഏറെ ദൂരെ നിന്ന് വന്നവരും ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാലയമാണ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. 2006 നവംബർ 6 സ്കൂളിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനായിരുന്നു VS എത്തിയത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം തീരദേശ മേഖലയിൽ പങ്കെടുത്ത ആദ്യ ചടങ്ങ് കൂടിയായിരുന്നു ഇത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയ മുഖ്യമന്ത്രിയെ നിറഞ്ഞ കയ്യടിയോടെയാണ് വിദ്യാലയം വരവേറ്റത്. മികച്ച വിജയശതമാനം അന്നും സ്വന്തമാക്കിയിരുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അഭിനന്ദിച്ചുകൊണ്ടാണ് VS തൻ്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. 10 മിനിറ്റോളം നീണ്ട ആ പ്രസംഗം ആവേശത്തോടെയാണ് നിറഞ്ഞ സദസ്സ് ആസ്വദിച്ചത്. ഇനിയും ഉന്നത വിജയം കൈവരിക്കാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് VS വേദിയിൽ നിന്നും മടങ്ങിയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേരിനും ഇനീഷ്യലിനും സമാനമായി ഒരു VS ഉണ്ട് ചന്ദ്രാപിന്നിയിൽ. ചലച്ചിത്ര സംവിധായകൻ അമ്പിളിയുടെ ചെറുമകനായ 3.5 വയസ്സുകാരൻ VS അച്യുതനാണ് ആ ജൂനിയർ VS. ഒക്ടോബർ 20 തന്നെയാണ് അച്യുതൻ്റെയും ജന്മദിനം. കുഞ്ഞിനെന്ത് പേരിടുമെന്ന ചർച്ചകളിൽ അമ്പിളിയുടെ മകൾ
ഐഷ മുന്നോട്ട് വെച്ച ഒരേ ഒരു നിബന്ധന പേര് മലയാളിത്തം നിറഞ്ഞതായിരിക്കണം എന്നത് മാത്രമായിരുന്നു. ഒടുവിൽ അച്യുതൻ എന്നിടാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. മകളുടെ മകന്, ചെറിയ മകന് പേര് എന്ത് ഇടണം എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ എൻ്റെ മകൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം, ഒരു പേരിനൊരു മലയാളിത്തം വേണമെന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ആ പേര് സെലക്ട് ചെയ്തത് നമ്മുടെ മരുമകൻ്റെ ശ്യാംകുമാറിൻ്റെ അച്ഛനാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ വേറൊരു അത്ഭുതം അതിനകത്ത്, ഈ വേലം പറമ്പിൽ എന്നാണ് അവർ വീട്ടുപേര്, ശ്യാംകുമാർ. അപ്പോൾ വി എസ് അച്യുതനായി. അതിനപ്പുറം ഈ വി എസിൻ്റെയും യഥാർത്ഥ വി എസിൻ്റെയും ഈ കുഞ്ഞുമോൻ്റെ വി എസിൻ്റെയും ജന്മദിനം ഒക്ടോബർ 20 അതെന്താ എങ്ങനെ ശ്രദ്ധിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അത് ഇവൻ്റെ കുഞ്ഞുമോൻ്റെ 2ാം പിറന്നാളിന് 100 വർഷം തികഞ്ഞ പിറന്നാളിൻ്റെ ഒരു ആശംസ പത്രങ്ങൾ കണ്ടപ്പോൾ അതിൽ ആണ് ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇത് കണ്ടത്, വി എസിൻ്റെ. അപ്പോൾ അത് 1923 ഒക്ടോബർ 20. ഈ കുഞ്ഞുമോൻ്റെ 2021, അതായത് 98 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ ജന്മദിനം. അവന് 2 വയസ്സുള്ളപ്പോൾ. അപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ധീരനായൊരു പോരാളിയാണല്ലോ വി എസിൻ്റെ. അദ്ദേഹത്തിൻ്റെ ആ പേരിനോട്, ആ ജന്മദിനോടൊക്കെ സാമ്യമുണ്ടെന്ന് വരുമ്പോൾ സത്യത്തിൽ ഒരു അത്ഭുതം, അഭിമാനമാണ് നമുക്ക് ഉള്ളത്. തെരഞ്ഞെടുത്ത പേരിനൊപ്പം കുട്ടിയുടെ പിതാവായ ശ്യാംകുമാർ എന്ന പേരിൻ്റെ ആദ്യാക്ഷരമായ എസും വീട്ടുപേരായ വേലംപറമ്പിലും കൂടിച്ചേർത്തപ്പോൾ അച്യുതൻ്റെ ഇനീഷ്യൽ അങ്ങനെ വി എസ് അച്യുതനായി. റോഡുകളിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്ത പഞ്ചായത്ത് ഭരണത്തിനെതിരെ BJP അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. BJPയുടെ പ്രതിഷേധം BJP നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് പ്രഭാരിയുമായ സുനിൽ ദത്ത് ഉദ്ഘാടനം ചെയ്തു. വാമനമൂർത്തി ക്ഷേത്രം റോഡിലും കൂടാതെ KK മേനോൻ റോഡിലെയും വെള്ളക്കെട്ടിൽ കുളിച്ചും കൊണ്ട് രാഗി പ്രദീപ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗോകുൽ കരിപ്പിള്ളി, പഞ്ചായത്ത് ഭാരവാഹികളായ ബിജു അണ്ടയർത്ത്, ഗിരിജൻ മഠത്തിൽ, മണികണ്ഠൻ പുളിക്കന്തറ, സ്മിഘോഷ്, പ്രസീത കൃഷ്ണകുമാർ, ഉദയ വേണുഗോപാൽ, പേലായുധൻ പുതുശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ഈ അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതി ഭരണമേറ്റെടുത്ത് 5 വർഷം തികയാൻ പോകുന്ന ഈ സമയത്ത് നമ്മളൊന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഈ ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും ഇവിടുത്തെ ഭരണസമിതി നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് അന്തിക്കാട് പഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ മാത്രം വെച്ചുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും ഈ ഭരണസമിതിക്ക് അന്തിക്കാട് പഞ്ചായത്ത് ഭരിക്കാനുള്ള അവകാശമില്ല. അവർ രാജിവെച്ച് തെറ്റ് സമ്മതിച്ചുകൊണ്ട് രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ടൈലിട്ട് വിരിച്ചിട്ട് ശരിയായ രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യാത്തതുകൊണ്ട് 2 സൈഡിലും വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സൗകര്യം ഇടാതെ ഈ ടൈല് വിരിച്ചു പോയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടുള്ളത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പുമായി വലപ്പാട് കുരിശുപള്ളി വളവിൽ കാലൻ ഇറങ്ങി. വാഹനയാത്രികർക്ക് ദേശീയപാതയിലെ പൊട്ടിപ്പൊളിഞ്ഞ ഇടങ്ങളിലെ അപകട സാധ്യത ബോധ്യപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് കാലനുമായി ഇറങ്ങിയത്. കുരിശുപള്ളി വളവിലെ കുഴികളിൽ മരണം പതുങ്ങിയിരിപ്പുണ്ട്. നിങ്ങളുടെ സ്വന്തം കാലൻ എന്നെഴുതിയ ഫ്ലെക്സ് പിടിച്ചാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്.
പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് യദു കൃഷ്ണൻ അന്തിക്കാട് അധ്യക്ഷനായി. PS സന്തോഷ്, അശ്വിൻ ആലപ്പുഴ, റാനിഷ് നാട്ടിക, സഗീർ വില്ലീസ്, യദുകൃഷ്ണൻ ആലപ്പാട്, സന്ദീപ് ആലപ്പാട്, സജിത്രൻ തയ്യിൽ എന്നിവർ സംസാരിച്ചു. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിനായിട്ട് ഒട്ടനവധി ആളുകൾ എത്തിച്ചേരുന്ന ഈ റൂട്ടിൽ, സഞ്ചരിക്കുന്ന ഈ റൂട്ടിൽ ഗുരുവായൂരിലേക്കും എറണാകുളത്തേക്കും ബസ്സുകൾ അടക്കമുള്ള യാത്രക്കാർ അടക്കമുള്ള ഒട്ടനവധി ആളുകൾ പോകുന്ന റോട്ടിൽ ഒട്ടനവധി ആളുകൾ വീഴാനും പരിക്ക് പറ്റാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ്. മരണത്തിലേക്ക് പോലും നയിക്കുന്ന ഈ റോട്ടിൽ കാലൻ പതുങ്ങിയിരിക്കുന്നുണ്ട്, മരണം പതുങ്ങിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പറയുന്നത് ഈ റൂട്ടിലൂടെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചു. ഇടവേള. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകളിലേക്ക് തിരിച്ചു വരാം.
BMS സ്ഥാപക ദിനവും 70-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ചേറ്റുവ ഫിഷ് ലാൻഡിംഗ് വർക്കേഴ്സ് സംഘ് പതാക ദിനവും മധുര വിതരണവും നടത്തി. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉഷ സുകുമാരൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ BMS സംസ്ഥാന സമിതി അംഗവും ഫിഷ് ലാൻഡ് യൂണിയൻ പ്രസിഡന്റുമായ P. ആനന്ദൻ സ്ഥാപന ദിന സന്ദേശം നൽകി. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ഫിഷ് ലാൻഡിംഗ് യൂണിയൻ ഗജാഞ്ചിയുമായ EC പ്രജിത്ത്, BMS നാട്ടിക മേഖലാ ജോയിന്റ് സെക്രട്ടറിയും യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയുമായ ലൈജു PS എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പതാക ഉയർത്തി മധുരം വിതരണം ചെയ്തു. NCP മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന്റെ 8-ാം ചരമവാർഷിക ദിനം NCPS നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ഉഴവൂർ വിജയന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആരംഭിച്ച അനുസ്മരണ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് UK ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ധർമ്മരാജൻ പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ രാജൻ ബാബു കാരാട്ടുപറമ്പിൽ, ഷീബ രാമചന്ദ്രൻ, VG മോഹനൻ, KS സത്യവതി, EA അശോകൻ, ഉസ്മാൻ പട്ടാട്ട് എന്നിവർ സംസാരിച്ചു. തൃപ്പയാർ മാ അക്കാദമിയിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അവാർഡ് ദാന ചടങ്ങും നടന്നു. മണപ്പുറം അക്കാദമി ഫോർ എൻട്രൻസ് കോച്ചിങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും നീറ്റ്, JEE, കീം എൻട്രൻസ് പരീക്ഷകളിലും +2 ബോർഡ് എക്സാമിലും ഉയർന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ് അവാർഡ് വിതരണം നടത്തി. ചടങ്ങിൽ അധ്യാപക പ്രതിനിധി ശ്രീദേവ് കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി. KS ജിഷ്ണു, ജിസ ആന്റണി, നിയോബിൻ, ഷിജില ഷാജിൽ, KL അനാമിക എന്നിവർ നേതൃത്വം നൽകി. കാരണം നന്ദകുമാർ സാറ് വലപ്പാട് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു വളർന്ന ഒരാള് വന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനികളിൽ ഒന്നായിട്ട് മാറി. അപ്പൊ അദ്ദേഹം വളർന്നു വന്ന കാര്യങ്ങളെ പറ്റി ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. ഈ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കിട്ടണം, അതിനുവേണ്ട സൗകര്യം ഒരുക്കണം എന്ന വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് മാ അക്കാഡമി. അതില് ഏറ്റവും നല്ല മിടുക്കന്മാരെ വാർത്തെടുക്കണം എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മളിവിടെ നല്ല മാർക്കുകൾ കിട്ടി, CET അഡ്മിഷൻസ് കിട്ടി, NIT അഡ്മിഷൻസ് കിട്ടി, അതൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും നന്ദകുമാർ സാറിനെ സ്ഥലത്തോളം അത് പോലെ. സാർ ആദ്യം ചോദിക്കുക IIT എത്ര പേർക്ക് കിട്ടി, NIT എത്ര പേർക്ക് കിട്ടി എന്നുള്ളത് സാർ ആദ്യം നോക്കുക. വലപ്പാട് ലയൺസ് ക്ലബിന്റെ പുതിയ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് നടന്നു. ഹാർട്ട് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയും വീട് റിപ്പയർ ചെയ്യുന്നതിനും കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനും അപകടം സംഭവിച്ചതുമൂലം ദുരിതം അനുഭവിക്കുന്നവർക്കും ധനസഹായം നൽകി. കൊച്ചിയിലുള്ള റസിയ ഖലീഫ ട്രസ്റ്റും വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സ്കൂളും വലപ്പാട് ലയൺസ് ക്ലബ്ബും സംയുക്തമായാണ് ധനസഹായ വിതരണം ചെയ്തത്. ലയൺസ് ഡിസ്ട്രിക്ട് ലേഡി കോർഡിനേറ്റർ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ആൻഡ്രോസ് ജോൺ, സെക്രട്ടറി ഡോക്ടർ സുദർശൻ, ട്രഷറർ നന്ദകുമാർ പണിക്കർ, ക്ലബ് കോർഡിനേറ്റർ അജിത് പ്രസാദ്, രജനി ഉണ്ണികൃഷ്ണൻ, ജോൺ KV, പ്രീതി ബിന്നി, മേരി ബോബൻ, റിസിയാബി മജീദ്, ഉണ്ണികൃഷ്ണൻ അഫ്ര, ഹൃദിക, ഹമീദ എന്നിവർ നേതൃത്വം നൽകി. പ്രോജക്റ്റായിട്ട് 4 പേരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ, ഒരു കുട്ടിക്ക് പോളിടെക്നിക്കിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളിന്ന് ഡൊണേഷൻ നൽകുന്നു. ഹാർട്ട് സർജറിക്ക് ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ഹാർട്ട് സർജറിക്ക് ഒരു മെമ്പറിന് നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നു. അതുപോലെ കൈ ഒടിഞ്ഞ ഒരു മെമ്പർക്ക് നമ്മൾ ഒരു വ്യക്തിക്ക് ഹെൽപ്പ് നൽകുന്നു. അതുപോലെ 4 പേർക്കാണ് നമ്മളിന്ന് ഹെൽപ്പ് വീട് പണിയാനായിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ 4 പേരെ ഒരുമിച്ചാണ് ഇന്ന് നമ്മൾ ലയൺസ് ക്ലബ്ബ് വലപ്പാട് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഈ നാടിൻ്റെ എന്ത് ആവശ്യം മനസ്സിലാക്കി ലയൺസ് ക്ലബ്ബ് വലപ്പാട് എന്നും നിലകൊള്ളും. കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ PTA വാർഷിക പൊതുയോഗവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അൻവർ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഹിറ സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി PM അഹമ്മദ് എന്നിവർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു.
വൈസ് പ്രിൻസിപ്പാൾ ലീന സുരേഷ് വാർഷിക റിപ്പോർട്ടും PTA ട്രഷറർ CM നജീബ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, സ്കൂൾ പ്രിൻസിപ്പാൾ പ്രീത ഗോപാൽ, EZ ഫസീല എന്നിവർ സംസാരിച്ചു. അധ്യാപികമാരായ രമ്യ സുനിൽ, നജില എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹിറ സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ PTA പ്രസിഡന്റായി KJ അഷിത, ജനറൽ സെക്രട്ടറിയായി പ്രീത ഗോപാൽ, ട്രഷററായി മുഹമ്മദ് അഷ്റഫ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. നമ്മുടെ കോവിഡ് സമയത്തും മറ്റുമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതിനും ഒട്ടേറെ വണ്ടികൾ വിട്ടു തരുന്നതും അതുപോലെ തന്നെ വാക്സിനേഷൻ എടുക്കുന്നതിനും അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഈ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വിപത്തായിരുന്നു അതിന് ഏറ്റവും സാക്ഷ്യം വഹിച്ചതും ഒട്ടേറെ കാര്യങ്ങൾക്ക് ഞങ്ങളോട് കൂടി ഒത്തൊരുമിച്ച് നിന്ന ഒരു സ്കൂളാണ്. വാണിജ്യം. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇനി തൃശൂർ ഏങ്ങണ്ടിയൂരിലും. ലബോറട്ടറിയുടെ കളക്ഷൻ സെന്റർ ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. 4000-ലധികം ടെസ്റ്റുകൾ, 250ഓളം ലാബുകൾ, 1500ഓളം പേഷ്യന്റ് സർവീസ് സെന്ററുകൾ, കൃത്യതയാർന്ന രോഗനിർണയം എന്നിങ്ങനെയുള്ള പ്രവർത്തന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ജില്ലയിലെ ആദ്യ NABC അംഗീകൃത ലബോറട്ടറിയാണ് സുധർമ്മ ലബോറട്ടറി. മികച്ച ഉപഭോക്തൃ സേവനവുമായി മുന്നേറുന്ന ലബോറട്ടറിയുടെ പുതിയ കളക്ഷൻ സെന്ററാണ് ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ജംഗ്ഷനിൽ പഞ്ചായത്ത് ഓഫീസിന് തെക്ക് വശത്തുള്ള RK ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. സെന്ററിന്റെ പ്രവർത്തനം ജൂൺ 14 ആരംഭിച്ചു. ക്യാൻസർ മാർക്കുകൾ, അലർജി സ്ക്രീനിംഗ് ഉൾപ്പെടെയുള്ള എല്ലാവിധ അടിസ്ഥാന രോഗനിർണയ പരിശോധനകളും ഉൾപ്പെടുത്തിക്കൊണ്ട് 1000 മുതൽ 6000 രൂപ വരെയുള്ള വെൽനസ് പാക്കേജുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറിയുടെ മാത്രം സവിശേഷതയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ മാസം 21 മുതൽ ജൂലൈ 31 വരെ വെറും 99 രൂപയ്ക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് പരിശോധനകളും 699 രൂപയ്ക്ക് വിറ്റാമിൻ D, വിറ്റാമിൻ B12, കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ പരിശോധനകൾ നടത്താനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ടെസ്റ്റ് സാമ്പിൾ കളക്ഷനുകൾ വീടുകളിലെത്തിയും നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പിറന്ന മണ്ണിലൂടെ അന്ത്യയാത്ര, VSനെ കാണാൻ ജനസഹസ്രം. റോഡുകളിലെ രൂക്ഷമായ വെള്ളക്കെട്ടിനും പരിഹാരം കാണാത്ത പഞ്ചായത്ത് ഭരണത്തിനെതിരെ BJP അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. VSന്റെ ഓർമ്മയിൽ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.